രാവിലെ 4 മണിക്കൊക്കെ എണീറ്റ് ക്ലാസ് ജോലിക്ക് പോകും. പിന്നെ പോകുമ്പോഴാണ് തന്നെ നടന്നു പോകുമ്പോൾ ഹെഡ്ഫോൺ വെച്ചിട്ടാണ് കൂടുതൽ കേൾക്കുമായിരുന്നു. പിന്നെ ക്ലാസ് ഇപ്പം I+ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഇത്രയും സബ്ജക്റ്റുകൾ നമ്മൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് നോട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒത്തിരി ടൈമാണ്. ഇതാകുമ്പോൾ നമുക്ക് കേട്ട് പോയാൽ മതി. അപ്പം എഴുതാത്തതാണ് തന്നെ 2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു ഐഡിയ കിട്ടും. നമ്മൾ ആ ക്രാഷ് സമയമായിരുന്നു മൊത്തം. ഓണത്തിന്റെ വെക്കേഷന്റെ എനിക്ക് തോന്നുന്നു ഓണത്തിന്റെ തിരുവോണത്തിന്റെ ഒക്കെ തലേദിവസം പോലും ക്ലാസ് വെച്ചു. നമ്മളത് സ്പെഷ്യലായിട്ട് വെച്ചിട്ട് തിരുവോണത്തിന്റെ തലേദിവസം പോലും ക്ലാസ് വെച്ചു. എന്നിട്ട് ഞാനിപ്പോഴും നോക്കുന്നു പിള്ളേരോട് ഞാൻ ചോദിച്ചു, തിരുവോണമാണ് നാളെ ഓണസദ്യയൊക്കെ കൊണ്ടുപോകണം, സാധനം മേടിക്കാനൊക്കെ പോകണം, എങ്ങനെയാ ക്ലാസ് വെക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എക്സാം ഹോളിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി. ആദ്യത്തെ അരമണിക്കൂർ കുറേ ചെയ്തു. ഞാൻ ആദ്യം അറിയാവുന്ന മാത്രം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അറിയാത്ത ഒന്നും ചെയ്തില്ല, പട്ടുവിട്ട് പോയി. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു കുറേ എണ്ണം ഡൗട്ട്. പിന്നെ അവസാനം ഞാൻ ആദ്യം കുറച്ച് നേരം ടെൻഷൻ അടിച്ചു. നോക്കിയപ്പോഴത്തേക്കും അവിടുത്തെ എല്ലാവരും അങ്ങനെ ഇരിക്കും. റൂമിൽ മിക്കവരും ഒരു 3/4 മണിക്കൂർ ആയപ്പോഴത്തേനും പകുതി പേരും വെറുതെ ഇരിക്കാൻ തുടങ്ങി. നമസ്കാരം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സുന്ദരവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണിത്. കാരണം ഈ കഴിഞ്ഞ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നമുക്കറിയാം, കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കോമ്പറ്റീഷൻ നിറഞ്ഞൊരു പരീക്ഷയായിരുന്നു ഈ കഴിഞ്ഞു പോയ KFCയുടെ പരീക്ഷ. അതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഏറ്റവും ബഹുമാനത്തോടെ ഞങ്ങൾ അനീഷിനെ പരിചയപ്പെടുത്തുകയാണ്. KFC ഫസ്റ്റ് റാങ്കുമായിട്ടാണ് അനീഷ് ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, തീർച്ചയായിട്ടും ഇത്രയധികം കോമ്പറ്റീഷൻ നിറഞ്ഞൊരു പരീക്ഷയ്ക്കകത്ത് HSST പോലുള്ള പരീക്ഷകൾ തൊട്ടടുത്ത് സമയങ്ങളിൽ നടന്ന് അതുപോലെ കോമ്പറ്റീഷൻ നിറഞ്ഞ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ, കാരണം BCom 60% എബോവുള്ള എല്ലാ കുട്ടികളും എഴുതിയ വളരെ കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു പരീക്ഷയ്ക്കകത്ത് 1ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടാണ് അനീഷ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ഈ KFCയുടെ സിലബസിൻ്റെ പാറ്റേണിൽ വരുന്ന ഈ അക്കൗണ്ടൻറ്റ് പരീക്ഷ, പുതിയ വരാൻ പോകുന്ന അക്കൗണ്ടൻറ്റ് പരീക്ഷ, അപ്പോൾ സ്വാഭാവികമായിട്ടും അനീഷിൻ്റെ എക്സ്പീരിയൻസ്, അനീഷിനെ സംബന്ധിച്ചോളം അനീഷിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. ആ നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു, ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് അനീഷുമായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. അത് തീർച്ചയായിട്ടും നമുക്ക് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഒരു മുതൽക്കൂട്ടാകും. അനീഷ് ഒന്ന് പരിചയപ്പെടുത്താം അല്ലേ? അനീഷ് എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ വീട് ആലപ്പുഴ, പാതിരപ്പള്ളി. പഠനമൊക്കെ? പഠനം BCom SD കോളേജിലായിരുന്നു. SD കോളേജ്. കൊറോണ ബാച്ചായിരുന്നു, 2020 കഴിഞ്ഞത്. 2 വർഷം കൊറോണ പോയി. അതിനുശേഷം ഞാൻ ആദ്യം എനിക്ക് ഗവൺമെന്റ് ജോലി താല്പര്യമില്ലായിരുന്നു. ഒരു CA പോകാൻ വിചാരിച്ചു. പറഞ്ഞു അതിനു മുമ്പ് CMA ആണ് കൂടുതൽ സ്കോപ്പ്, 3 വർഷം കൊണ്ട് പാസ്സാവാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഓൺലൈനിലായിരുന്നു CMAക്ക് പോയി. അപ്പോൾ CMA കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു 15 മാസം ഇന്റേൺഷിപ്പ് നിർബന്ധമുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയത് പിന്നോക്ക വികസന കോർപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ ഗവൺമെന്റ് ഓഫീസായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴോടെ എനിക്ക് ഗവൺമെന്റ് ജോലിയോടുള്ള മൊത്തം ഇത് മാറി. അവിടെ വർക്ക് ചെയ്തതോടെ എൻ്റെ സാറ് അക്കൗണ്ടന്റ് ആയിരുന്നു. പക്ഷെ നല്ലൊരു 10 മാസം പോയത് അറിഞ്ഞില്ല. അപ്പം അതോടെ എനിക്ക് ഗവൺമെന്റ് ജോലിയിലോട്ട് കയറിയാൽ മതി എന്നൊരു താല്പര്യം വന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞു. പിന്നെ എന്തായാലും CMA കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ തൃശ്ശൂർ പോയി പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ജൂനിയർ അക്കൗണ്ടന്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അധികം പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഈ പഠിച്ചതായതുകൊണ്ട് കൊമേഴ്സ് റിലേറ്റഡ് ആയിരുന്നു, ജനറൽ ഒന്നും ഇല്ല. എങ്ങനെയാണ് I+ലേക്ക് ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കാൻ? ഞാൻ ഈ PSCയിൽ കൂടുതലും ജനറൽ എക്സാം എഴുതിയെങ്കിൽ ലിസ്റ്റ് വന്നെങ്കിലും അടുത്തൊന്നും വരാറില്ല, 2000-3000 റാങ്കിലേ വരത്തുള്ളൂ. അപ്പം നോക്കിയിട്ട് BCom വൈസിൽ എക്സാം ഞാൻ പ്രത്യേകം നോക്കുമായിരുന്നു. അതിനകത്ത് വന്നത് KFC അസിസ്റ്റന്റ് കണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം അന്ന് ഞാൻ പണ്ട് അയച്ചായിരുന്നു. പിന്നെ നോക്കിയിട്ട് ഇതിന്റെ അധികം റാങ്ക് ഫയലുകൾ കിട്ടാനില്ല, കോഴ്സ് കിട്ടാൻ പാടാം. ഞാൻ കുറച്ച് യൂട്യൂബ് നോക്കിയപ്പോഴാണ് ഇതിന്റെ I+ന്റെ ഇത് കണ്ടത്. ഞാൻ വിളിച്ചു, ക്ലാസ് എടുത്തു. പിന്നെ ജോലി തിരക്കാൻ ആദ്യം നോക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഈ കൺഫർമേഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പഠിക്കണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കുമാണ് ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങുന്നത് അറിഞ്ഞത്. അപ്പോൾ തന്നെ റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ക്ലാസ് കണ്ടു തുടങ്ങി. അപ്പം നമുക്ക് വേറെ ബുക്കുകളൊന്നും തപ്പിയെടുക്കണ്ട. അല്ലെങ്കിൽ നമ്മളിപ്പം ഓരോ സബ്ജക്ട് വൈസ് ആണെങ്കിൽ BComന് ബുക്ക് എടുക്കണം, സമയമില്ല. ഇതാകുമ്പം ക്രാഷ് കോഴ്സിനകത്ത് ക്ലാസ് ഉണ്ട്, അത് ജസ്റ്റ് കേൾക്കാം, സമയം കിട്ടുമ്പോൾ നോട്ട്സ് എഴുതിയെടുക്കാം. ഈ ക്രാഷ് കോഴ്സിന് മുമ്പുള്ള പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? അധികം ഞാൻ പ്രിപ്പയർ ചെയ്യുന്നില്ല. കൺഫർമേഷൻ കൊടുത്ത് ഡേറ്റ് വന്നപ്പോഴാണ്. മാത്രമേ ഇരുന്നിട്ടുള്ളൂ അല്ലേ? അതിന് മുമ്പ് ഇരുന്നിട്ടേ ഇല്ല. പിന്നെ ക്രാഷ് കോഴ്സ് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും പഴയ ക്രാഷ് കോഴ്സ് എനിക്ക് തോന്നുന്നു നമ്മളൊരു 30-35 അല്ലേ അത്രേ ഉള്ളൂ അല്ലേ? ആ ക്രാഷ് കോഴ്സ് മാത്രമേ ഇരുന്നിട്ടുള്ളൂ, അതിന് മുമ്പുള്ള പഠനമൊന്നും ഇല്ല. ഈ 30-35 ദിവസത്തെ ക്രാഷ് കോഴ്സ് കൊണ്ട് ഒരു ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ HSST പരീക്ഷയ്ക്ക് ഇത്രയും അടുത്ത് ടൈറ്റ് നിൽക്കുന്ന സമയത്ത് ഈ 10-35 ദിവസം കൊണ്ട് എങ്ങനെയാണ് ആ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചത്? അല്ല, ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് ഉറപ്പില്ലായിരുന്നു. അത് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ക്ലാസ്സിൽ മിക്കവരും നെറ്റ് കഴിഞ്ഞ് വരും,
ക്വാളിഫൈഡ് ആയിരുന്നു. അപ്പൊ ഞാൻ ഈ ബികോം കഴിഞ്ഞ് CMA വിട്ടത് 2024 വിട്ടതാണ്. ഒരു 1.5 വർഷമായിട്ട് പഠിത്തമായിട്ട് 35 ദിവസത്തെ പഠനത്തിന്റെ രീതിയാണ്. അന്ന് ആദ്യം വെളുപ്പിനെ എണീക്കാൻ തുടങ്ങി, ആദ്യം 4 മണിക്ക് എണീക്കാൻ തുടങ്ങി, പിന്നെ ലാസ്റ്റ് 3:45 എണീച്ചിട്ട് രാവിലെ ഇരുന്ന് അനീഷ് ജോലിയും കൂടെ ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെയാണ് ഈ പഠനം കൊണ്ടുപോയത്. അതാണ് അതിന്റെ വെളുപ്പിന് പോകുന്നവരെ ക്ലാസ് കേൾക്കുമായിരുന്നു. ക്ലാസ് രാവിലെ 4 മണിക്കൊക്കെ എണീറ്റ് ക്ലാസ് 8 മണി വരെ ജോലിക്ക് പോകും. പിന്നെ പോകുമ്പോഴാണ് തന്നെ നടന്നു പോകുമ്പോൾ ഹെഡ്ഫോൺ വെച്ചിട്ടാണ് കൂടുതൽ കേൾക്കുമായിരുന്നു. വൈകുന്നേരം മാത്രമേ കാണാൻ സമയം കിട്ടും. അത് റെക്കോർഡ് ക്ലാസ്സുകൾ കേട്ടോണ്ട് പോകുമായിരുന്നു. പിന്നെ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് ചിലതൊക്കെ MCQ എഴുതി വെക്കുമല്ലോ, MCQ ഞാൻ പിന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്യും, ഞാൻ എന്നെ സൗണ്ടിൽ തന്നെ. എന്നിട്ട് ഞാൻ പോകുന്ന വഴി അത് തന്നെ 2 പ്രാവശ്യം കേൾക്കും. ഒരു ദിവസം ഇപ്പം മാർക്കറ്റിംഗ് ആണെങ്കിൽ അതിന്റെ MCQ ഞാൻ 1, 2, 3 പാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫോണിൽ റെക്കോർഡ് ചെയ്യും. കേട്ട സാധനം തന്നെ അന്നൊരു 3 പ്രാവശ്യം കേൾക്കും. അപ്പൊ അത് കയറും. അല്ലാതെ എഴുതി പഠിക്കാനോ വായിക്കാനോ അധികം സമയമില്ല, ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ. MCQ ആണ് മൊത്തം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വായിച്ചു. പിന്നെ ബാക്കി ഓഡിയോ. ഈ എക്സാം എഴുതിയപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം 10 മൊഡ്യൂൾ ഉണ്ടായിരുന്നു നമുക്ക്. 10 മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഓരോ മൊഡ്യൂൾ 10 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ആ എക്സാം എഴുതിയ ഒരു എക്സ്പീരിയൻസ്, എക്സാം ഹോളിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി. ആദ്യം ആദ്യത്തെ അരമണിക്കൂർ കുറെ ചെയ്തു. ഞാൻ ആദ്യം അറിയാവുന്ന മാത്രം ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അറിയാത്ത ഒന്നും ചെയ്തില്ല, വിട്ടു പോയി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു കുറെ എണ്ണം ഡൗട്ട്. പിന്നെ അവസാനം ഞാൻ ആദ്യം കുറച്ചു നേരം ടെൻഷൻ അടിച്ചു. നോക്കിയപ്പോഴത്തേക്കും അവിടുത്തെ എല്ലാവരും അങ്ങനെ ഇരിക്കും. റൂമിൽ മിക്കവരും ഒരു 3/4 മണിക്കൂർ ആയപ്പോൾ തന്നെ പകുതി പേരും വെറുതെ ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി മിക്കവർക്കും അറിയത്തില്ല. ആദ്യം വിചാരിച്ച് എനിക്ക് മാത്രമായിരിക്കും പാടുന്നത്. പിന്നെ ഒന്നുകൂടി ഇരുന്ന് കുറേ 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഒന്നുകൂടെ വായിച്ചു നോക്കി. പിന്നെ ഡൗട്ട് ഉള്ളതൊക്കെ പിന്നെ വായിച്ചിട്ട് സ്കിപ്പ് ചെയ്യാൻ തോന്നില്ല. ഒരു 96 മേളിൽ ഞാൻ അറ്റംപ്റ്റ് ചെയ്തു റിസ്ക് എടുത്തിട്ട്. പക്ഷെ അന്ന് വൈകുന്നേരം വന്നിട്ട് നോക്കിയപ്പോഴും പലതിൻ്റെ ആൻസർ ഗൂഗിൾ നോക്കിയിട്ട് തന്നെ പല ആൻസർ കിട്ടുന്നത്. പിന്നെ ടെൻറ്റേറ്റീവ് കീ വന്നപ്പോഴത്തേക്കും ഒരു 78-80 കിട്ടി. പിന്നെ ഞാൻ പ്രൊഫഷണലിലേക്ക് വന്നപ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്കും ഒരു 86 പോയിന്റ് സംതിങ് വന്നു. അപ്പൊ എനിക്ക് കുറച്ച് ആത്മവിശ്വാസമായി. യൂട്യൂബ് നോക്കിയപ്പോഴത്തേക്കും വേറെ ചിലർ 80 കിട്ടി എന്നൊക്കെ കമന്റ് കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു പേടി ഉറപ്പുണ്ടോ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ കുറെ പേര് പാടായിരുന്നു പറഞ്ഞു. അപ്പൊ ഒരു ഹോപ്പ് തോന്നി. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ പരീക്ഷയിൽ ഈ 10 സബ്ജക്റ്റിൽ എനിക്ക് തോന്നുന്നു മാർക്കറ്റിംഗ് കുറച്ചുകൂടെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? ഇപ്പം നമ്മുടെ തന്നെ ഈ അക്കൗണ്ടന്റ് ലൈവ് ക്ലാസ് നടന്നുകൊണ്ട് പോവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 200-ൽ പരം MCQകൾ നമ്മൾ യൂട്യൂബിലും ക്ലാസ്സിലുമായിട്ട് ഓൾറെഡി എടുത്തു. അതും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അനീഷ മനസ്സിലാക്കുമല്ലോ, പണ്ടത്തെ രീതിയിൽ ഉള്ള മാർക്കറ്റിങ്ങിൻ്റെ 4 Ps ആരാണ് ഡെവലപ്പ് ചെയ്തത്, ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് വളരെ ലോജിക്കലി സബ്ജക്റ്റ് പഠിക്കുകയും എന്നാൽ ലോജിക്കലി ചിന്തിക്കുകയും ചെയ്യേണ്ട തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എടുത്തു പോകുന്നത്. ഇപ്പോൾ ഒരു കമൻറ്റ് വന്നത്, ഒരു കുട്ടിയുടെ കമൻറ്റ് ഇങ്ങനെയാണ് ഫീഡ്ബാക്ക് വന്നത്, ഇത്രയും MCQകൾ ഇത്രയും വലിയ രീതിയിലുള്ള MCQകളൊക്കെ മാർക്കറ്റിങ്ങിൽ ചെയ്യണമെന്നുള്ളൊരു കമൻറ്റ് വന്നു. എങ്ങനെയാണ് ആ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അനീഷിന് പറയാനുള്ളൊരു എക്സ്പീരിയൻസ്? എനിക്ക് മനസ്സിലായി മാർക്കറ്റിംഗ് ഒക്കെ കൂടുതലും ഈ നെറ്റ് വൈസ് നല്ല ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ടേ കാര്യമുള്ളൂ. നമ്മൾ +2 ടൈപ്പ് സാധാ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ വന്നാലും പഠിച്ചില്ലെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പം അക്കൗണ്ടൻസിയുടെ ഒക്കെ പഠിച്ചില്ലേ എഴുതാൻ പറ്റും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡെപ്റ്റ് പഠിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റും. മാർക്കറ്റിംഗ് കേസ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ കേസ് ബേസ് വന്നു. കേസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും UGC നെറ്റ് പാറ്റേൺ ആണ്. ഇതൊരു ബികോം തലത്തിലുള്ള പരീക്ഷയാണ്. അപ്പോൾ നമ്മുടെ MCQ എടുക്കുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇതിനകത്ത് പറയാനുള്ളത് അല്ലേ? പിന്നെ ഈ ഇൻകം ടാക്സ് ഒക്കെ കുറച്ചും കൂടെ അക്കൗണ്ടിങ് ഒക്കെ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെയാണ്. അതിനകത്ത് എന്താണ് അഭിപ്രായം? അതെങ്ങനെയാണ് പഠിക്കാൻ നമ്മൾ നോട്ട് വളരെ നല്ല നോട്ടാണ്. ഞാൻ വേറെ അധികം നോട്ട് നോക്കിയില്ല. അപ്പൊ മാരത്തൺ ആണെങ്കിൽ തന്നെ നല്ല ഒരു 12 കുറെ മണിക്കൂർ ഉണ്ടായിരുന്നു. 2 ദിവസം എടുത്ത് 2 തീർത്തു. പക്ഷെ വലിയ എഫക്റ്റീവ് ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ പോലും കണ്ടില്ല. ഞാനൊരു ഡയറി ഉണ്ടായിരുന്നു. ഒരു ഡയറിയിൽ ബാക്കി ക്വസ്റ്റ്യനൊന്നും എഴുതാൻ എനിക്ക് സമയം കിട്ടിയില്ല. മാരത്തണിന്റെ ഞാൻ എല്ലാ ക്വസ്റ്റ്യനും കോഴ്സ് എടുത്തത് പുറമേ ഉള്ള ആൾക്കാരെ ഭയങ്കര അഭിപ്രായം പറഞ്ഞത്, കോഴ്സ് എടുക്കാത്ത ആൾക്കാർ പോലും ഭയങ്കര അഭിപ്രായം പറഞ്ഞത് മാരത്തോൺ അവർക്ക് ഭയങ്കര കാരണം HSSTക്കൊക്കെ പഠിച്ച കുട്ടികളാണെങ്കിൽ പോലും വന്ന് പറഞ്ഞത് മാരത്തോൺ ഭയങ്കര KFCയുടെ മാരത്തോൺ ഭയങ്കര സഹായകരമാണെന്നുള്ളത്. ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാരത്തൺ കണ്ടു. പക്ഷെ അതിലെ വെച്ച് നോക്കുമ്പോൾ I+ന്റെ മാരത്തൺ ആയിരുന്നു കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയത്. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു എക്കണോമിക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു നമ്മൾ ക്ലാസ്സിൽ എന്താണോ പറഞ്ഞത് അല്ലേ അതേപടി ഒരു കുത്തും കോമയില്ലാണ്ട് അതേപടി 10 അല്ലേ കണ്ണടച്ച് എഴുതാം. എക്കണോമിക്സ് 10 അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ് അല്ലേ? നമ്മൾ ക്ലാസ്സിൽ എടുത്ത് വർക്കൗട്ട് ചെയ്ത് അത് നമ്മൾ വീണ്ടും MCQ ആയിട്ട് മാരത്തോണിൽ കിട്ടുന്നുള്ളതാണ്. ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി എക്കണോമിക്സിന്റെ ഭാഗം അനീഷ് ഓർമ്മയുണ്ടോ? നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ MCQ മുഴുവൻ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തു. നമ്മളെപ്പോഴും അനീഷ് ഓർമ്മയുണ്ടോ ബേസ് ക്വസ്റ്റ്യൻ പേപ്പർ അതായിരുന്നു. അതാണ് നമ്മുടെ ബേസ് ക്വസ്റ്റ്യൻ അതായിരുന്നു. ഞാൻ ക്ലാസ്സിലെടുത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ബേസ് ക്വസ്റ്റ്യൻ അതായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് എക്കണോമിക്സ് അതേപടി. ഞാൻ എക്സാം ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. വിചാരിച്ചത്
മറ്റേ ജൂനിയർ അക്കൗണ്ടന്റ് പോലത്തെ എക്സാം ആയിരിക്കും അക്കൗണ്ട്സ് ഓഫീസർ പോലെ വരുമെന്ന് വിചാരിച്ചു. പക്ഷെ അതുപോലെ തന്നെ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരുന്നു. പക്ഷെ അപ്പോൾ നമ്മൾ ആ പാറ്റേണിൽ ആ ക്രാഷ് എടുത്തോണ്ടാണ് അല്ലേ കുറച്ചും കൂടെ ക്വസ്റ്റിനെക്കാട്ടി കൂടുതൽ പ്രശ്നം ഓപ്ഷൻ ആയിരുന്നു കൂടുതലും. ഓപ്ഷൻ രണ്ട് ഓപ്ഷൻ ഒരുപോലെ ഇരിക്കുന്ന ഓപ്ഷൻ ആയിരുന്നു കൂടുതലും. ഏതാണ് കറക്റ്റ് എന്ന് പറയാം. അപ്പൊ എനിക്ക് തോന്നുന്നു അതിനെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ മാക്സിമം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള MCQ കവർ ചെയ്ത് പോവാം അല്ലെ. അതാണ് അതിന്റെ അകത്ത് ചെയ്യാനുള്ളത്. അതായത് എടുക്കുന്ന MCQ സ്റ്റാൻഡേർഡ് വേണം അല്ലെ. നമ്മൾ അങ്ങനെയുള്ള MCQ പഴയ മോഡൽ കാണാതെ പിടിച്ചിട്ട് എനിക്ക് ഈ റാങ്ക് ഫയൽ എന്ന് പറയുന്നതിനകത്ത് എനിക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ട് കേട്ടോ അനീഷ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, ഒരു ഒപ്പീനിയൻ ആണ്. കാരണം ഒരു 100, 300, 400 പേജ് വരുന്ന റാങ്ക് ഫയലിൻ്റെ അകത്ത് നിൽക്കുന്നതാണോ കേരള PSC? അല്ല അല്ലേ. അത് അതിൻ്റെ അപ്പുറത്തേക്കൊരു അല്ലേ ഭയങ്കര വിശാലമായി കാണുന്ന ഒരു സാധനമാണ്. കാരണം ഒരു റാങ്ക് ഫയലൊക്കെ നിന്ന് പഠിക്കേണ്ട കാലഘട്ടമൊക്കെ നേരത്തെ കഴിഞ്ഞു പോയി അല്ലേ. ഇപ്പം ചോദിക്കുന്നതിൻ്റെ രീതി, സ്വഭാവം, നമ്മുടെ നോളജ് കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന കാലഘട്ടത്തിൽ ഒരു റാങ്ക് ഫയലിൻ്റെ അകത്ത് മാത്രം നിൽക്കാതെ അല്ലേ സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ ക്ലാസ്സാണ്. കാരണം ക്ലാസ്സിൽ ഇപ്പം നോട്ടിനകത്ത് അല്ലാത്ത കുറെ കാര്യങ്ങൾ എക്സ്ട്രാ പറയുന്നുണ്ടല്ലോ. അതെ. ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന നേരത്ത് പിന്നെ ക്ലാസ്സിൽ തന്നെ വേറെ കുറച്ചുപേര് ചില ഡൗട്ട് ചോദിക്കാൻ നേരത്തെ HSTയിൽ ചിലവർ ഡൗട്ട് ചോദിച്ചായിരുന്നു. അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയി പോകുമ്പോഴത്തേക്കും വേറെ കുറെ അറിവ് കിട്ടും. നമ്മൾ ക്ലാസ്സിൽ അങ്ങനെ കുറെ സെഷൻ ഇല്ലാത്ത നമ്മൾ എക്സ്ട്രാ എടുത്തു. ആ ക്ലാസ് 30 ദിവസം എനിക്ക് തോന്നുന്ന ക്ലാസ് ഒരു 60 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ കുറെ ആൾക്കാർക്ക് നമ്മൾ ആ ക്രാഷ് സമയമായിരുന്നു. ഓണത്തിന്റെ വെക്കേഷന്റെ എനിക്ക് തോന്നുന്നു ഓണത്തിന്റെ തിരുവോണത്തിന്റെ ഒക്കെ തലേദിവസം പോലും ക്ലാസ് വെച്ചു. നമ്മളത് സ്പെഷ്യലായിട്ട് വെച്ചിട്ട് തിരുവോണത്തിന്റെ തലേദിവസം പോലും ക്ലാസ് വെച്ചു. എന്നിട്ട് ഞാനിപ്പോഴും നോക്കുന്നു പിള്ളേരോട് ഞാൻ ചോദിച്ചു, തിരുവോണമാണ് നാളെ ഓണസദ്യയൊക്കെ കൊണ്ടുപോകണം, സാധനം മേടിക്കാനൊക്കെ പോകണം, എങ്ങനെയാ ക്ലാസ് വെക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കൂടുക. ഇതൊന്നും ഓർമ്മയുണ്ടോ? മറ്റേ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് മറ്റേ ഓണത്തിന്റെ പാട്ടൊക്കെ കേൾക്കാം. അനീഷ് ഓർമ്മയുണ്ടോ? അപ്പൊ ഞാൻ ആ സമയത്ത് എനിക്ക് ക്ഷീണമായിട്ട് നടന്നാ കേട്ടോണ്ടിരുന്നത്. കാരണം അത്രമാത്രം നമ്മൾ അതിൻ്റെ അകത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ കഠിനാധ്വാനത്തിൻ്റെയൊക്കെ എല്ലാവരുടെയും കൂടെ ഒരു കഠിനാധ്വാനത്തിൻ്റെയൊക്കെ ഒരു ആത്മസമർപ്പണമായിട്ടാണ് തീർച്ചയായിട്ടും അനീഷിന് വരാൻ പറ്റിയത് കേട്ടോ. അത് അനീഷിൻ്റെ മാത്രം കഷ്ടപ്പാടാണ്, അനീഷിൻ്റെ മാത്രം ഡിറ്റർമിനേഷനാണ്. ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞാൻ പലപ്പോഴും ഈ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് നമ്മൾ I+ന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പോലും ഫേസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചലഞ്ചിങ് ആയിട്ടുള്ള കുട്ടികൾ കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അനീഷിനെ പോലുള്ള ചലഞ്ചിങ് കുട്ടികളാണ് ഞങ്ങൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ലിസ്റ്റ് എപ്പോഴും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. എങ്ങനെയാണ് ഈ ഫയർ വരുന്നത്? ഇപ്പൊ എനിക്ക് അത്യാവശ്യം ഇവിടുന്ന് ജോലിയിൽ നിന്ന് മാറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഒട്ടും സമയം കിട്ടുന്നില്ല. പുറത്ത് പഠിക്കാനാണെങ്കിൽ തന്നെ നമുക്ക് ലീവില്ല, അവധിയില്ല. അപ്പം ജനറൽ PSC പഠിക്കണമെങ്കിൽ ആദ്യം തൊട്ട് തുടങ്ങണം. അതിന് പറ്റത്തില്ല. BCom വഴിയുള്ളൂ. പിന്നെ ജൂനിയർ അക്കൗണ്ട് കിട്ടിയിട്ടും ഞാൻ ജൂനിയർ അക്കൗണ്ടിന് എഴുതാന്ന് വെച്ചിരിക്കുവായിരുന്നു അടുത്തത്. അപ്പോഴത്തേക്കാണ് ഇത് വന്നത്. പിന്നെ ക്ലാസ് ഇപ്പം I+ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയും സബ്ജക്റ്റുകൾ നമ്മൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് നോട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒത്തിരി ടൈമാണ്. ഇതാകുമ്പോൾ നമുക്ക് കേട്ട് പോയാൽ മതി. ഇപ്പം എഴുതാത്തതാണെങ്കിൽ തന്നെ 2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു ഐഡിയ കിട്ടും. കുറച്ചെങ്കിലും അറിയാമെങ്കിൽ നമുക്ക് പകുതി ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നി ഇവിടെ ഈ അനീഷുമായിട്ട് സംസാരിച്ചതിനകത്ത് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലാകുന്ന വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു 35 ദിവസത്തെ ക്രാഷിൽ മാത്രമാണ് അനീഷ് നിന്നിട്ടുള്ളത്. അതിന് മുമ്പുള്ളൊരു സ്റ്റഡിയൊന്നുമില്ല. I+ൻ്റെ 35 ദിവസത്തെ ക്രാഷ് കോഴ്സ് എടുത്തതിന് മാത്രം ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് റാങ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അനീഷിൻ്റെ അധ്വാനമുണ്ട്, പ്ലസ് I+ഉം അതിൻ്റെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ്, വളരെ സന്തോഷമാണ്. അപ്പം ഇത് ഞങ്ങൾക്ക് എന്താണ് ഈ തരത്തിലുള്ള അനീഷുമാർ തീർച്ചയായിട്ടും I+ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയും സന്തോഷമാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. തീർച്ചയായിട്ടും അനീഷ് നമുക്കിനി വരാൻ പോകുന്ന അക്കൗണ്ടൻ്റ് പരീക്ഷയുണ്ട്. അനീഷ് നമ്മുടെ കുട്ടികളടക്കം വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരോട് എന്താണ് അനീഷിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്? അതായത് നമുക്ക് ജനറൽ PSC BCom വൈസ് എക്സാം എന്ന് പറയുന്നത് വല്ലപ്പോഴും ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല കമ്പനിയാണെങ്കിൽ സുഖമാണ്. എനിക്ക് ജനറൽ PSCയിൽ നമുക്ക് പിന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സബ്ജക്റ്റ് വൈസ് എക്സാം ആയിരിക്കും. പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എവിടെ നിന്ന് ചോദിക്കുമെന്നൊരു പിടിയില്ല. ഇതിപ്പോൾ 10 സബ്ജക്റ്റ് പഠിച്ചാൽ ആ 10 സബ്ജക്റ്റിനെ വരുവുള്ളൂ എന്ന് ഉറപ്പാണ്. അപ്പോൾ എനിക്കിതിൻ്റെ അകത്തുനിന്നൊക്കെ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഡിറ്റർമിനേഷൻ എത്രത്തോളം സക്സസ്സിലേക്ക് പോകും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ അനീഷ് പറഞ്ഞ വലിയ കാതലായിട്ടുള്ള കാര്യം, ജോലി സമയങ്ങളിൽ രാവിലെ എണീറ്റിട്ട് ഹെഡ്സെറ്റിൽ
ഈ ക്ലാസ്സുകൾ കേട്ടു പോകുമായിരുന്നു. അതോടൊപ്പം തന്നെ എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസുകൾ നന്നായിട്ട് MCQ മോഡലിൽ, അത് ഇവിടെ അനീഷ് പറഞ്ഞത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള MCQകൾ എടുത്ത് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ MCQനെ ക്രിയാത്മകമായി ഉപയോഗിക്കുകയും കൃത്യമായി ഇൻ്റർപ്രറ്റ് ചെയ്യുകയും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും, അതനുസരിച്ച് നമ്മുടെ പ്രായോഗികമായിട്ട് നമുക്ക് ആ പരീക്ഷയിലേക്ക് കൊണ്ടുവരാനും കൂടെ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് സക്സസ് ആകും. അതിനകത്തൊരു മാറ്റവുമില്ല. അപ്പം I+ൻ്റെ ഭാഗത്തുനിന്നും അതാണ് പറയാനുള്ളത്. വളരെ ശക്തമായൊരു ഡിറ്റർമിനേഷൻ നിങ്ങളിലുണ്ടാവുക, അത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള വിജയത്തിന് സക്സസ് ആയിട്ട് കൊണ്ടുപോകാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.